തെരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ വിശ്വാസികളെ ഒപ്പം നിർത്താനുള്ള മുന്നണികളുടെ മത്സരം ശക്തമാവുകയാണ്. സമുദായ സംഘടനകളെ ഒപ്പം നിർത്തി തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറാൻ ഉള്ള ശ്രമമാണ് എല്ലാവരും നടത്തുന്നത്. ഏറെക്കാലമായി എതിർപക്ഷത്തായിരുന്ന NSSനെയും അവരും ഒപ്പം SDPI പോലെയുള്ള ഒരുമിച്ച് നിർത്തിയ ഇടതുമുന്നണി ഇപ്പോൾ ആദ്യ ലാപ്പിൽ മുന്നിലാണ് എന്ന് പറയാം. ഇപ്പോൾ മനസ്സിലാക്കുന്നത് SNDP ഉൾപ്പെടെ ഉള്ള വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഭൂരിപക്ഷ സമുദായ സംഘടനകളുടെ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ആണ് കോൺഗ്രസും BJPയും. സമുദായ സംഘടനകൾക്ക് ആവശ്യത്തിലും അതിൽ അധികവും ബഹുമാനവും പ്രാധാന്യവും കൊടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് കേരളത്തിൽ പുതുമയല്ല. എന്നാൽ വിശ്വാസത്തിലും വിശ്വാസികളുടെ കൂട്ടായ്മയ്ക്കും ഇത്രയധികം പ്രാധാന്യം കൈവന്നത് ശബരിമല സ്ത്രീ പ്രവേശ വിധിക്ക് ശേഷമാണ്. പുരോഗമനവും നവോത്ഥാനവും ഉയർത്തിക്കാട്ടിയ CPMനും ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടിയാണ് കാത്തിരുന്നത്. വിശ്വാസത്തിൽ തൊട്ട് കൈപൊള്ളിയ CPMും സർക്കാരും പാപപരിഹാരത്തിനുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയതെല്ലാം. എടുത്തുചാട്ടം തെറ്റായിപ്പോയെന്ന് CPM വിലയിരുത്തി. ശബരിമലയുടെ കാര്യത്തിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകി. അയ്യപ്പ സംഗമവും നടത്തി. SNDPയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കി. 9 വർഷത്തിലേറെ ശത്രുപക്ഷത്തു നിന്ന NSSും ഇടത്തേക്ക് ചായുകയാണ്. വിശ്വാസികളെയും വിശ്വാസ സമൂഹത്തെയും കൂടെ നിർത്തി മാത്രമേ ഭരണ തുടർച്ച ഉറപ്പാക്കാനാകൂവെന്ന് CPM മനസ്സിലാക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലേതുപോലെ ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാകില്ലെന്ന യാഥാർത്ഥ്യം കൂടി ഉൾക്കൊണ്ടാണിത്. ശബരിമല സമരത്തിലെ കേസുകൾ എഴുതിത്തള്ളുന്നതുൾപ്പെടെ വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കാനുള്ള കൂടുതൽ നടപടികളുണ്ടാകും. NSS തുടങ്ങിവെച്ച നാമജപ സമരങ്ങൾ ആളിക്കത്തിച്ചതും സുവർണാവസരമായി കണ്ടതും BJPയും സംഘപരിവാർ സംഘടനകളുമായിരുന്നു. തിരഞ്ഞെടുപ്പ് രംഗത്ത് സീറ്റുകളുടെ എണ്ണത്തിൽ നേട്ടമുണ്ടായെങ്കിലും CPMന്റെ പരമ്പരാഗത വോട്ടുകൾ പോലും പിടിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞു. ശബരിമല വിവാദത്തിന് ശേഷം വലിയ വളർച്ചയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJP ഉണ്ടാക്കിയത്. NSSും SNDPയും പൂർണ്ണമായും ഇടത്തേക്ക് ചായുന്നത് BJPക്ക് തിരിച്ചടിയാണ്. അത് മനസ്സിലാക്കിയാണ് ആദ്യം അയ്യപ്പ സംഗമം തടയാൻ ശ്രമിച്ചത്. പിന്നീട് ബദൽ സംഗമം നടത്തി. അതുകൊണ്ടൊന്നും ഹൈന്ദവ സമൂഹത്തിലെ 2 പ്രധാന സമുദായ സംഘടനകളെ ഒപ്പം നിർത്താൻ BJPക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് സന്യാസിമാരുടെ സംസ്ഥാന യാത്രയുമായുള്ള കൂടുതൽ തന്ത്രങ്ങളിലേക്ക് BJPയും സംഘപരിവാർ സംഘടനകളും കടക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിവാദത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ കോൺഗ്രസ് ആയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റ്. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതിന് ആനുപാതികമായ നേട്ടം കോൺഗ്രസിനുണ്ടായില്ല. അയ്യപ്പ സംഗമത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നതാണ് NSSനെ കോൺഗ്രസിന് എതിരാക്കിയത്. SNDPയുമായി കുറേക്കാലമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നല്ല ബന്ധത്തിലല്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ തീവ്രശ്രമം കോൺഗ്രസ് തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ വിശ്വാസികളുടെ വിശ്വാസം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് മുന്നണികൾ. ന്യൂസ് 18 തിരുവനന്തപുരം.